ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 മുംബൈയിൽ ഇന്ന് സമാപനം. വാഷിംഗ്ടണിൽ നാളെ ആരംഭിക്കുന്ന ആഗോള ഭൂപരിഷ്കരണ ചർച്ചകൾക്ക് ഇന്ത്യ നേതൃത്വം നൽകും. കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച 2 ജീനോം അരി ഇനങ്ങൾ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പുറത്തിറക്കി. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി സൌഹാർദ്ദമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 3 വിക്കറ്റ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യം കണക്കിലെടുത്തായിരുന്നു കൂടിക്കാഴ്ച. നാളെ മുതൽ ഈ മാസം 8 വരെ വാഷിംഗ്ടൺ ഡിസിയിലെ ലോകബാങ്ക് ആസ്ഥാനത്ത് നടക്കുന്ന 2025 ആഗോള ഭൂപരിഷ്കരണ ചർച്ചകൾക്ക് ഇന്ത്യ നേതൃത്വം നൽകും. പഞ്ചായത്തി രാജ് സെക്രട്ടറി വിവേക് ഭരദ്വാജിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഇന്ത്യൻ പ്രതിനിധി സംഘം സമ്മേളനത്തിൽ പങ്കെടുക്കും. ഗ്രാമീണ സ്വത്തുക്കളുടെ നിയമപരമായ ഉടമസ്ഥാവകാശം അർഹരായവർക്ക് നൽകുന്ന ഇന്ത്യയുടെ സ്വാമിത്വ പദ്ധതി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. പദ്ധതി പ്രകാരം 1.6 ലക്ഷം ഗ്രാമങ്ങളിലായി 24.4 ദശലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഉടമസ്ഥാവകാശ കാർഡുകൾ നൽകിയിട്ടുണ്ട്. സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് ഭൂപരിഷ്കരണം, ഭൂവിനിയോഗം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. മധ്യപ്രദേശ് സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗ്വാളിയോറിൽ എത്തി. രാജ്മാതാ വിജയരാജേ സിന്ധ്യ കൃഷി വിശ്വവിദ്യാലയത്തിൽ അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും അദ്ദേഹം സംവദിക്കും. നഗരത്തിൽ സംഘടിപ്പിക്കുന്ന പ്രാദേശിക പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. നാളെ കർണാടകയിൽ എത്തുന്ന ശ്രീ ജഗദീപ് ധൻകർ സിർസിയിലെ കോളേജ് ഓഫ് ഫോറസ്ട്രിയും സന്ദർശിക്കും. സംസ്കൃത ഭാഷ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ സംസ്കൃത ഭാരതി സംഘടിപ്പിച്ച 1008 സംസ്കൃത പ്രസംഗ ക്യാമ്പുകളുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സംസ്കൃതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. एक प्रकार से भारत की आस्था है, हमारी परंपरा है, ये सत्य है, नित्य है, सनातन. इसके साथ ज्ञान और ज्ञान की ज्योति दोनों एक प्रकार से संस्कृत में ही समाहित है. കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രം ICAR വികസിപ്പിച്ച 2 ജീനോം അരി ഇനങ്ങൾ ന്യൂഡൽഹിയിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പുറത്തിറക്കി. ഈ 2 ഇനങ്ങൾ ഉൽപാദന ചെലവ് കുറയ്ക്കുകയും രാജ്യത്ത് നെല്ലിന്റെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കാർഷിക ശാസ്ത്രജ്ഞരുടെ ഗവേഷണ ഫലം നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജൻ നഗതാനിയുമായി കൂടിക്കാഴ്ച നടത്തും. നിലവിലെ പ്രാദേശിക അന്തർദേശീയ സുരക്ഷാ സാഹചര്യങ്ങൾ, ഉഭയകക്ഷി പ്രതിരോധ സഹകരണം കൂടുതൽ ദൃഢമാക്കുവാനുള്ള വഴികൾ എന്നിവ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 6 മാസത്തിനുള്ളിൽ രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് ഇത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നു മുതൽ ഈ മാസം 7 വരെ ഇറ്റലിയിലെ മിലാനിൽ നടക്കുന്ന ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 58ാമത് വാർഷിക യോഗത്തിൽ പങ്കെടുക്കും. സന്ദർശനവേളയിൽ ഇറ്റലി, ജപ്പാൻ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുമായും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരുമായും മന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ആകർഷണീയവും പരിസ്ഥിതി സൌഹാർദ്ദവുമാക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൂറിസം രംഗത്ത് സംസ്ഥാനം വൻ കുതിപ്പാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നടപ്പാക്കുന്ന ടൂറിസം വികസന പദ്ധതിയുടെ 1ാം ഘട്ടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 3 വിക്കറ്റ് ജയം. കൊളംബോയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു.
ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 275 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ 4 പന്ത് ബാക്കി നിൽക്കെ ശ്രീലങ്ക ലക്ഷ്യം മറികടന്നു. 7 വർഷത്തിന് ശേഷമാണ് ഏകദിനത്തിൽ ശ്രീലങ്കൻ വനിതകൾ ഇന്ത്യൻ വനിതകളെ പരാജയപ്പെടുത്തുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഈഡൻ ഗാർഡൻസിൽ ഇപ്പോൾ സമാപിച്ച കളിയിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 1 റണ്ണിന് വിജയിച്ചു. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം ഹിമാചൽ പ്രദേശിലെ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. അണ്ടർ 18 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ബീഹാറിലെ പറ്റ്നയിൽ ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി നിതീഷ് കുമാറും കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 15-ന് സമാപിക്കുന്ന ഗെയിംസിൽ 8500-ലേറെ കായിക താരങ്ങൾ മത്സരിക്കും. 28 ഇനങ്ങളിലായി മത്സരങ്ങൾ 6 നഗരങ്ങളിൽ നടക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മുംബൈയിൽ സംഘടിപ്പിച്ച ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025-ന് ഇന്ന് സമാപനം. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, നിക്ഷേപകർ, ഉള്ളടക്ക സ്രഷ്ടാക്കൾ തുടങ്ങിയവരുടെ സംഗമത്തിനാണ് വേവ്സ് ഉച്ചകോടി സാക്ഷിയായത്. മാധ്യമങ്ങൾ, വിനോദം, ഡിജിറ്റൽ നവീകരണം തുടങ്ങിയവയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാൻ ലക്ഷ്യമിട്ടാണ് 4 ദിനം നീണ്ട ഉച്ചകോടി സംഘടിപ്പിച്ചത്. വേവ്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ഓരോ മത്സരാർത്ഥിയും താരങ്ങളായാണ് മടങ്ങുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി സഞ്ജയ് ജാജു ഉച്ചകോടിയുടെ ഭാഗമായി മുംബൈയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചിലെ എല്ലാ വിജയികളെയും ഭാവിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് സർക്കാർ പരിഗണിക്കുമെന്നും ശ്രീ സഞ്ജയ് ജാജു അറിയിച്ചു. अपने आप में एक अविस्मरणीय रहा है. न केवल इंटरनेशनल पार्टिसिपेशन बहुत जोरदार था, साथ ही साथ बिजनेस भी बहुत हुआ है. इन्वेस्टमेंट अनाउंसमेंट्स हुए हैं, वेव्स बाजार में खरीद फरोख्त हुई है, वर्ल्ड की टॉप मीडिया एंटरटेनमेंट कंपनीज यहाँ पर शामिल रही, कल्चरल प्रोग्राम बहुत अच्छे रहे. एक पीपल्स वेव्स बन के निकल के आया है ये पहला एडिशन. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വോട്ടർമാർക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സജ്ജമാക്കി. നിലവിലുള്ള 40-ലധികം മൊബൈൽ ആപ്പുകളും വെബ് ആപ്പുകളും സംയോജിപ്പിച്ചാണ് പുതിയ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ളത്. വോട്ടർമാർക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് ഡാറ്റ കൈകാര്യം ചെയ്യാനും ഇതിൽ സൌകര്യമുണ്ട്. ജമ്മുകശ്മീരിലെ റംബാൻ ജില്ലയിൽ ഇന്ന് രാവിലെ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 3 സൈനികർക്ക് വീരമൃത്യു. വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 3 സൈനികരെ സംഭവസ്ഥലത്ത് തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന സൈനിക ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും അവലംബിക്കുന്നതെന്ന് ബിജെപി കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. പാർട്ടിയുടെ വികസിത കേരളം എറണാകുളം നോർത്ത് ജില്ലാ കൺവെൻഷൻ കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനായുള്ള ഈ വർഷത്തെ നീറ്റ് യുജി പ്രവേശന പരീക്ഷ ഇന്ന് നടന്നു. ഇന്ത്യയിലെ 5000-ലധികം കേന്ദ്രങ്ങളിലും വിദേശത്തെ 13 നഗരങ്ങളിലുമായി 22.7 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. രാജ്യത്ത് ആകെയുള്ള 780 മെഡിക്കൽ കോളേജുകളിലായി 1,18,190 MBBS സീറ്റുകളും 329 ദന്തൽ കോളേജുകളിലായി 28,000 സീറ്റുകളുമാണ് ഉള്ളത്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവ് വിമാനത്താവളത്തിന് സമീപം മിസൈൽ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ടെൽ അവീവിലേക്കും തിരിച്ചും ഉള്ള എല്ലാ വിമാന സർവീസുകളും മറ്റന്നാൾ വരെ നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. ഇന്നു മുതൽ ഈ മാസം 6 വരെ സാധുവായ ടിക്കറ്റുകൾ ഉപയോഗിച്ച് എയർലൈൻസിന്റെ വിമാനങ്ങളിൽ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് റീ ഷെഡ്യൂളിംഗിനോ റദ്ദാക്കലിനോ അവസരം ഉണ്ടായിരിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഇന്ത്യ അംഗോള ഉഭയകക്ഷി ബന്ധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അംഗോള പ്രസിഡന്റ് ജോവോ മാനുവൽ ഗോൺകാൽവ്സ് ലോറൻകോ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ അംഗോള ബിസിനസ് ഫോറത്തിൽ സംസാരിക്കവെ ജനറിക് മരുന്നുകളിൽ വൈദഗ്ധ്യമുള്ള ഒരു പ്രധാന പങ്കാളിയാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ഊർജ്ജ പങ്കാളിത്തമാണ് അടിത്തറയിടുന്നതെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025-ന് മുംബൈയിൽ ഇന്ന് സമാപനം. വാഷിംഗ്ടണിൽ നാളെ ആരംഭിക്കുന്ന ആഗോള ഭൂപരിഷ്കരണ ചർച്ചകൾക്ക് ഇന്ത്യ നേതൃത്വം നൽകും. കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച 2 ജീനോം അരി ഇനങ്ങൾ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പുറത്തിറക്കി. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി സൌഹാർദ്ദമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 3 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.